ഹേയ്, നമുക്കൊരു ചായ ഉണ്ടാക്കിയാലോ ഇന്ന്? അതും ഇതിലേക്ക് ചേർക്കുന്ന വസ്തുവിനനുസരിച്ച് കളറ് മാറുന്നൊരു ശംഖുപുഷ്പം ചായ. ഈ ശംഖുപുഷ്പം ചായയോ? അതെന്താണത്? നമ്മൾ കുടിക്കുന്ന ചായയൊക്കെ തവിട്ട് നിറമുള്ള തേയിലപ്പൊടിയിട്ട പാനീയമല്ലേ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു ലഘു ചായ ചരിത്രം പറയാം. ഇക്കാലത്ത് ചായ എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയരുടെ ജീവിതത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമൂല്യ വസ്തുവാണെന്നാണെങ്കിലും അതിൻ്റെ ഉത്ഭവം ഭാരതത്തിലല്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിലേക്ക് വന്നിറങ്ങി ഇവിടുത്തെ മാർക്കറ്റിൽ ഇടം പിടിക്കുന്ന കാലത്ത് നേരെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഐറ്റമാണ് ചായ. അങ്ങനെ നമ്മൾ ഈ എല്ലാ ദിവസവും ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവായി ഉപയോഗിക്കുന്ന ഈ ഒരു ചായ ഭാരതീയരുടെ അല്ല, ചൈനക്കാരുടെയാണ്. അപ്പോൾ ചൈനക്കാർ എന്തിനെയാണ് ചായ എന്ന് വിളിച്ചിട്ടുള്ളത്? നല്ല തിളച്ച വെള്ളത്തിലേക്ക് എന്തെങ്കിലും വസ്തു, ഇലയോ പൂവോ പൊടിയോ, ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് കലക്കിയെടുക്കുന്ന ആ ഒരു പാനീയത്തിനെയാണ് ചായ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് നിറം മാറുന്ന ഒരു ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി ആ മാറ്റങ്ങളൊന്ന് കണ്ടാലോ? ആദ്യം തന്നെ പോയി കുറേ ശംഖുപുഷ്പം പൂവും പിച്ചെടുത്തുകൊണ്ട് വന്ന് നല്ല തിളച്ച വെള്ളത്തിലിടുക. അങ്ങനെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി നേരെ അരിച്ചെടുത്തൊരു ഗ്ലാസ്സിനകത്ത് ഒഴിക്കുക. എടുത്ത് വൈനോ വോഡ്കയോ കോക്ടെയിലോ മോക്ടെയിലോ ഒക്കെ ആണെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയും ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ സൂത്രപ്പണി? വീട്ടിൽ നമ്മൾ സാധാരണ കാണാറുള്ള, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ദ്രാവകമാണ്, പ്രത്യേകിച്ച് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ. ഇതെന്താണെന്നും എന്തുകൊണ്ട് ഇങ്ങനൊരു കളർ ചേഞ്ച് വരുന്നുവെന്നും ഗസ് ചെയ്യണം. എക്സ്പ്ലനേഷൻ അടുത്ത കളർ ചേഞ്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഈ ഒഴിച്ചത് എന്താണെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം ചായ ബ്ലൂവിൽ നിന്ന് റെഡിഷ് വയലറ്റായി, റെഡിഷ് വയലറ്റിൽ നിന്ന് നേരെ റെഡായി. എന്തുകൊണ്ടാണ് ശംഖുപുഷ്പം ചായ അല്ലെങ്കിൽ ഏഷ്യൻ പീജൻ വിങ് ടീ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ടീ ഇങ്ങനെ പലതരം നിറമാവുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അതാണ് ശംഖുപുഷ്പത്തിലെ ആന്തോസയാനിൻ എന്ന ഘടകം. നമ്മൾ 7ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻസ് ഇല്ലേ? ഈ സൊല്യൂഷൻസ് pH അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ഹൈഡ്രജൻ അനുസരിച്ച് നിറം മാറും. ആസിഡ് മീഡിയം അല്ലെങ്കിൽ അമ്ലവസ്തുവിൽ റെഡ് കളറും, ആൽക്കലൈൻ മീഡിയം അല്ലെങ്കിൽ ക്ഷാരവസ്തുവിൽ വയലറ്റ് കളറും, ഇനി ഇത് രണ്ടുമല്ല ന്യൂട്രലായിട്ട് വെള്ളത്തിനെ പോലെ ന്യൂട്രലാണെങ്കിൽ ഒരു പച്ച കളറും. അത് നമ്മളുടെ കെമിസ്ട്രി ലാബിലെ pH പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെയും അതേപോലെ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. പക്ഷേ ഇതിലെ കളർ ചേഞ്ച് വരുന്നത് ക്ഷാരമോ അല്ലെങ്കിൽ നിഷ്പക്ഷമോ ആയ ദ്രാവകങ്ങളിൽ ശംഖുപുഷ്പം അതിൻ്റെ സ്വന്തം നീല കളറിലായിരിക്കും. പക്ഷേ അമ്ലമയം കൂടുന്തോറും അതിൻ്റെ ചുവപ്പ് നിറം വർദ്ധിച്ചു വരും. അപ്പോൾ ഇതിനകത്തൊഴിച്ച ആ മിസ്റ്ററി ലിക്വിഡ്സ് 2 എന്തൊക്കെയാണെന്ന് ഗസ് ചെയ്തോ? മിസ്റ്ററി ലിക്വിഡ് 1 നാരങ്ങ നീരായിരുന്നു. അത് കുറച്ച് മാത്രം ഒഴിച്ചത് കൊണ്ടാണ് റെഡും ബ്ലൂവും കൂടെ ചേർന്ന് ഒരു ചെറിയ വയലറ്റിഷ് ടിൻറ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒഴിച്ച മിസ്റ്ററി ലിക്വിഡ് 2 തേനായിരുന്നു. തേനിനൊരു പ്രത്യേകതയുണ്ട്. തേൻ നമ്മൾ കഴിക്കാതെ, അതായത് നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലാതെ പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമായിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ അതിന് അമ്ലമയമായിരിക്കും. പക്ഷേ നമ്മളത് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കുടലിൽ പോയി ആൽക്കലിയായി മാറും. അപ്പോൾ ഇവിടെ നേരിട്ട് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ച തേൻ അതിൻ്റെ അമ്ലാവസ്ഥ വർദ്ധിപ്പിക്കാനിടയാക്കി. അങ്ങനെയാണ് നമ്മൾ ആ ചുവപ്പ് നിറം കണ്ടത്. ഇനിയും ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയോ മറ്റേതെങ്കിലും ക്ഷാരവസ്തുക്കൾ ചേർക്കുകയോ ചെയ്താൽ ഈ നിറം തിരിച്ച് നീല തന്നെയാവും. പക്ഷേ സോപ്പോ ടൂത്ത് പേസ്റ്റോ പോലെ അമിത ക്ഷാരമയമുള്ള എന്തെങ്കിലും ചേർത്താൽ ഇത് പച്ചയുമാവും. ഏതായാലും ഈ കാണിച്ച 3 നിറത്തിലുള്ള ഐറ്റംസും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.